ഇപ്പോൾ വണ്ടിപ്പെരിയാറിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുകയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അപ്പീൽ പോകും എന്നത് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വണ്ടിപ്പെരിയാറിലേക്ക് എത്തുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ കാണുക, അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വി ടി ബൽറാം അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്, വി ഡി സതീശനോടൊപ്പമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത്, അത് ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ കൃത്യമായി തന്നെ കോടതിയിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതാണ് കോടതി ഇന്നലെ വിധി പ്രസ്താവം നടത്തിക്കൊണ്ട് ഈ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത്. അതിനെതിരെ അപ്പീൽ പോകും എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ വസതിയിലേക്ക് എത്തുകയാണ്. കോൺഗ്രസ് ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയാണ്. രാഹുൽ വിജയനിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ, ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്, രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ ഏറ്റെടുക്കും എന്നാണോ ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് വിഷയം ഇപ്പോഴല്ല രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ആ സമയം തന്നെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായിട്ട് എത്തിരുന്നതാണ്. വിധി വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെയും ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വണ്ടിപ്പെരിയാർ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഈ പെൺകുട്ടിയുടെ 6 വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിന് ഒരു മുൻകൈ എടുക്കുന്നത് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക. പക്ഷേ അവരെ കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇവരോട് കണ്ട് ഇവരുമായി സംസാരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ വീടിനകത്താണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും അദ്ദേഹം സംസാരിക്കുക. വി ഡി സതീശൻ വണ്ടിപ്പെരിയാറിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കുകയാണ്. ഇതിൽ പ്രതി അർജുനെ ഇന്നലെയാണ് കോടതി വെറുതെ വിട്ടത്. കൃത്യമായി ശാസ്ത്രീയ തെളിവുകൾ കോടതിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അപ്പീൽ പോകും എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രോസിക്യൂഷനുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നു. മുൻപ് തന്നെ ഇതിൽ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ആ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പെൺകുട്ടിയുടെ കുടുംബത്തെ, മാതാപിതാക്കളെ സന്ദർശിക്കാൻ